വാഗ്ദത്തത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം. യോർദാൻ കര കവിഞ്ഞൊഴുകുക. യോർദാൻ എങ്ങനെ ഒഴുകുന്നു? കര കവിഞ്ഞൊഴുകുന്നു. ഈ കര കവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ടിട്ട് ജനം പറയുവാണ്, ഇനി എങ്ങനെ അക്കരയ്ക്ക് പോകും? ചില പ്രതിസന്ധികളൊക്കെ കാണുമ്പോൾ 40 കൊല്ലം പ്രാർത്ഥിച്ച വിശ്വാസം ടപ്പേന്ന് പോകും. ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. 40 കൊല്ലമായി പടുത്തുയർത്തിയ വിശ്വാസം ഒരു യോർദാൻ്റെ മുമ്പിൽ ഇതാ കിടക്കുക. ഇതിനകത്തിരിക്കുന്ന ചിലരൊക്കെ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഒരു ചെറിയ പനി വന്നാൽ മതി, ഉള്ള വിശ്വാസം അപ്പം പോകും. ഒരു ചെറിയ പ്രശ്നം വന്നാൽ, ഉദരവേദന വന്നാൽ മതി, ഉള്ള വിശ്വാസം അപ്പം പോകും. ഞാൻ നിങ്ങളോട് പറയാം, ചെങ്കടൻ്റെ മുമ്പിൽ തീരാത്ത വിശ്വാസം യോർദാൻ്റെ മുമ്പിൽ തീരരുത്. പരിശുദ്ധാത്മാവൻ ഞാൻ നിങ്ങളോട് പറയുക, അവൻ ചെങ്കടലിന്റെ മുമ്പിൽ നീ കരകയറി വന്നെങ്കിൽ യോർദാന്റെ മുമ്പിൽ നിന്റെ വിശ്വാസം അധപതിക്കരുത്. നീ വിശ്വാസത്തിൽ നിൽക്കണം, വിശ്വാസത്തിൽ വളരണം. പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെയുള്ള വിശ്വാസമാണ് ദൈവത്തിന് വേണ്ടത്. അവന് വേണ്ടിയ ദൈവം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തളർന്നു പോകുന്നവന് ദൈവത്തിന് വേണ്ട. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ അവന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കും. അപ്പൊ 40 വർഷമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവര് വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഈ യോർദാൻ കടന്ന് അക്കരെ പോയാൽ വാഗ്ദത്വത്തിന്റെ മണ്ണാണ്. ചിലരിങ്ങനെ കണ്ണെത്തും ദൂരത്തെ സാധനം ഇരിക്കുക, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. കയ്യെത്തും ദൂരത്തിരിക്കുക, പക്ഷെ കൈ കിട്ടുന്നില്ല. ചെന്ന് ചവിട്ടാവുന്ന ദൂരമേ ഉള്ളൂ, പക്ഷെ ചവിട്ടാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ആമേൻ. വാഗ്ദത്തങ്ങളുടെ മുൻപിൽ പ്രതിസന്ധികളുണ്ട്. വാഗ്ദത്തങ്ങളുടെ മുൻപിൽ അടയ്ക്കുന്ന പല വഴികളുമുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം വാക്ക് തന്നവൻ വിശ്വസ്തനായതുകൊണ്ട് വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴി തുറക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. അവൻ ശക്തനായ ദൈവം, അവൻ ശക്തനായ ദൈവം. വാക്ക് തന്നിട്ട് വാക്ക് മാറുന്നവനല്ല. തരാം എന്ന് പറഞ്ഞത് അതുപോലെ തരുവാൻ കരുത്തുള്ള ദൈവം. അവൻ ശക്തനായ ദൈവം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വാക്ക് തന്ന ദൈവമാണ്. വാക്ക് തന്ന ദൈവം നിങ്ങളെ കൂടുണ്ട്. യോർദാന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴും തമ്പുരാൻ പറയുന്നു, അവൻ ഭയം വേണ്ട. കേട്ട വാഗ്ദത്തത്തിൽ നിങ്ങളെ കയറ്റാൻ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവം പറഞ്ഞു, അവരുടെ 2-3 ദിവസമായി ഇവര് ഈ യോർദാന്റെ മുമ്പിൽ ഇവർ താമസിച്ചപ്പോൾ ഒരു ദിവസം ദൈവം പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ സമയമായി. പക്ഷെ പോകുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കേൾക്കാൻ താല്പര്യമുണ്ട്. 2 കാര്യങ്ങൾ. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ചെയ്യണം. ആമേൻ. 2 കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് നിങ്ങൾക്ക് വലിയ ഇഷ്ടം തോന്നത്തില്ല. ഒരു ഹല്ലേലൂയോടെ പറഞ്ഞേ. ആമേൻ. ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ 2 കാര്യം പറയും. ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ഞാൻ അവസാനം പറയും. ഞാൻ മാസ്റ്ററുടെ ഈ പച്ച നോത്തനം പറയും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആമേൻ. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന് വായിക്കാം നമുക്ക്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. കരമുയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഈ അക്കരയ്ക്ക് പോകേണ്ട ജനം ഇക്കരെ നിൽക്കുവാണ്. എങ്ങനെ പോകണമെന്നൊരു പിടുത്തവുമില്ല. അന്നേരം ആ ദൈവം യോശുവയോട് പറയുന്നു, ഇന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? പറ. ശുദ്ധീകരിക്കുക. നാളെ അങ്ങനെ ശുദ്ധീകരിച്ചാൽ നാളെ എന്ത് ചെയ്യും? അത്ഭുതം നടക്കും. ഒരു ഹല്ലേലൂയ പറ. ഈ യോർദാൻ കടന്ന് അക്കരയ്ക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ ശുദ്ധീകരണം കേൾക്കുമ്പോൾ അതിനകത്തൊന്നും എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ ചിരി ഉണ്ടായിരുന്നാൽ മാത്രം മതി. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് കാല് വയ്ക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. കഴിഞ്ഞ ആഴ്ച നമുക്ക് ആവശ്യത്തിന് ഫയറൊക്കെ കിട്ടിയില്ലേ? ഇന്ന് നിങ്ങളുടെ മുഖം ഒന്നും വാടണ്ട. ഫയർ വല്ലതും വരുവാണെങ്കിൽ ഇടയ്ക്ക് സ്വീകരിച്ചുകൊണ്ടാൽ മതി. ആമേൻ. ശുദ്ധീകരണം ഉണ്ടെങ്കിൽ ഫയർ വരും. ശുദ്ധീകരണം ഇല്ലെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെയാവും.
ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന വാക്ക് ആരെയും നോക്കി പറയുമൊന്നുമില്ല, ഞാൻ എല്ലാവരെയും നോക്കിയാണ് പറയാനോണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി തീരുമ്പോൾ പറയുന്നത് പക്ഷേ എന്നെ നോക്കിയിട്ടാണ് ഇത് മനഃപൂർവ്വം കുത്തിയതാണോ? എനിക്ക് കുത്തുന്ന ഇഷ്ടമില്ല. ഹല്ലേലൂയ. അങ്ങനൊന്നും ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒറ്റ കാര്യം എനിക്ക് ഓർമ്മ വരത്തില്ല, അതാണ് സത്യം. നിങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞ് നിങ്ങളുടെ പേര് പോലും ചിലപ്പോൾ ഞാൻ ഓർക്കാറില്ല. ഇത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കും, ബ്രദറെ പേരെന്താ ചോദിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, പേരിന് പാസ്റ്റർക്ക് അറിയത്തില്ലേ? ഞാൻ ഈ മെസ്സേജ് കഴിയുമ്പോൾ തല മൊത്തം ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും കാണത്തില്ല അതിനകത്ത്. അവൻ എനിക്ക് ആരെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും അങ്ങനെ ചിന്തിക്കാറുമില്ല. ആ പേരൊന്നിട്ട് അകത്ത് വരത്തില്ല, ഇച്ചിരി കഴിയുമ്പോഴേ പിന്നെ എല്ലാം ഫ്രീ ആയി വരത്തുള്ളൂ. ഓക്കെ, ഞാനിങ്ങോട്ട് വരട്ടെ. അപ്പോൾ ബൈബിൾ പറഞ്ഞു നാളെ അത്ഭുതം നടക്കും, പക്ഷെ ഇന്ന് എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ആമേൻ. നമ്മളെല്ലാം ശുദ്ധീകരിക്കുന്നു. കുളിച്ചിട്ട് വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് കുളിക്കാത്ത ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചർച്ചയിൽ വരുമ്പോൾ എല്ലാവരും. പക്ഷെ ഞാൻ നിങ്ങളോട് ഈ ശുദ്ധീകരണം അല്ല ദൈവം പറഞ്ഞ്, ഈ ശുദ്ധീകരണം അല്ല ദൈവത്തിന് ആവശ്യം. പിന്നെ എന്താ ശുദ്ധീകരണമാ? കർത്താവ് പറയുന്നു, ആമേൻ, ഈ ശുദ്ധീകരണം കൊണ്ട് നാളെ അത്ഭുതമൊന്നും നടക്കത്തില്ല. ഇത് എന്ന് പറഞ്ഞ് കുളിക്കാതെ അടുത്ത ആഴ്ച ചർച്ചയിൽ വരല്ലേ? അടുത്ത ആഴ്ച വരുമ്പോഴും കുളിച്ചിട്ട് ചർച്ചയിൽ വരാവും. ഈ ശുദ്ധീകരണത്തിനല്ല യോശുവയോട് തമ്പുരാൻ പറഞ്ഞത്, എടാ അവിടെ ശുദ്ധീകരണം ആവശ്യം. എങ്ങനെ നിങ്ങളെ തന്നെ പറ. നമ്മളെങ്ങനെ ശുദ്ധീകരിക്കുന്നത്? നമ്മൾ അവനെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കും. നമുക്ക് ശുദ്ധീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാക്കിയുള്ളവർ ശുദ്ധീകരിക്കും. ഒരു ഹല്ലേലൂയ ഇല്ല, എനിക്കറിയാം. ഇന്നത്തെ മീറ്റിങ്ങിന് ഇച്ചിരി ഹല്ലേലൂയ കുറവായിരിക്കും. കർത്താവ് വിഷമിച്ചോളെ. നമ്മളെല്ലാം ശുദ്ധീകരിക്കും. ആരെ? അടുത്ത ചാക്കോച്ചനെ ശുദ്ധീകരിക്കും, അടുത്ത ശോശാമയെ ശുദ്ധീകരിക്കും, അടുത്തിരിക്കുന്ന എല്ലാവരും ശുദ്ധീകരിക്കും. വേണമെങ്കിൽ പുറകെ ഇരിക്കുന്നവരുടെ തോണ്ടി ശുദ്ധീകരിക്കും. തമ്പുരാൻ പറയുന്നു, അന്ന് അത്ഭുതം നടക്കത്തില്ല, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ആമേൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ എങ്ങനെ ശുദ്ധീകരിക്കേണ്ടേ? ഇന്നലെ തേച്ചത് ലക്സിൻ്റെ സോപ്പാണ്, ഇന്ന് ചന്ദ്രിക തേക്കാം. ഇതിലൊന്നും ഒരു ശുദ്ധീകരണം നടക്കത്തില്ല. പിന്നെ ഇവിടുത്തെ വെള്ളം പോരാൻ ചേട്ടാ, ഗംഗയിൽ ചെന്ന് കുളിച്ചാലും ശുദ്ധീകരണം നടക്കത്തില്ല. ശുദ്ധീകരണം കേൾക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? നേരത്തെ അത്ര കൈയില്ല, എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഒരാളെങ്കിലും കൈപൊക്കി ഞാൻ പറഞ്ഞിരിക്കും. അവേ ശുദ്ധീകരണം കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, പുറമേയുള്ള ശുദ്ധീകരണം ദൈവത്തിന് വേണ്ട. നല്ല ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും കർത്താവ് സഹിക്കും, നല്ല ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും കർത്താവ് സഹിക്കും. പക്ഷെ നിന്റെ ആകം ശരിയല്ലെങ്കിൽ തമ്പുരാൻ സഹിക്കുകയല്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, ശുദ്ധീകരണം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറയുന്നത് പുറമല്ല, അകമത്രേ. ഹല്ലേലൂയ. പുറത്തെ ശുദ്ധീകരണം അല്ല ദൈവത്തിന് ആവശ്യം, അകത്തെ ശുദ്ധീകരണമാണ്. ആമേൻ. ആ ശുദ്ധീകരണത്തിന് പറയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് വരണം. യേശുക്രിസ്തു ഒരിക്കൽ ചില ശിഷ്യന്മാരെ നടന്നു പോകുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്കൊരു സമ്പ്രദായമുണ്ട്, നീ ആയിട്ട് ആ സമ്പ്രദായത്തെ പൊട്ടിക്കരുത്. ഈ സമ്പ്രദായം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നവർ പാരമ്പര്യം പൊട്ടിച്ചു. ഒരു ഹല്ലേലൂയ പറ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവർ പറയും, യഹൂദന്മാർ ഞങ്ങൾക്കൊരു പാരമ്പര്യം ഉണ്ട്, നീ നിൻ്റെ കൂട്ടുകാരൻ പാരമ്പര്യം പൊട്ടിക്കുക. ഇനി ഞാൻ ഈ തലമുറയിൽ നിന്നോട് ഒന്നുകൂടെ കയറി പറയുവാണ്, ആത്മാവിലോട്ട് കയറിയ പാരമ്പര്യം പൊട്ടും. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളിലോട്ട് കയറി നിന്ന പാരമ്പര്യങ്ങൾ പൊട്ടും. ഇത് പരീക്ഷമാർക്ക് പിടിക്കുകയല്ല, ശാസ്ത്രിമാർക്ക് പിടിക്കുകയല്ല, ഇത് ആ കാലഘട്ടത്തിലെ ഉന്നതന്മാർക്ക് പിടിക്കുകയല്ല. ആത്മാവിനോട് ചേർന്നാൽ പാരമ്പര്യങ്ങൾ ബ്രേക്ക് ആകും. ഹല്ലേലൂയ. ഞാനിനി ഇത് പറഞ്ഞു പോകുന്നതിനേക്കാൾ വായിച്ചു പോകുന്നതായിരിക്കും ഉത്തമമെന്ന് ചിന്തിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് പാസ്റ്റർക്ക് എന്തോ തോന്നിയതുപോലെ പാസ്റ്റർ പറയുക. മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് വായിക്കാം. ഇന്ന് രാവിലെ തന്നൊരു ഭാഗമാണ്, അതിവിടെ പോയി. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്, അല്ല 3-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. പരീശന്മാരും യഹൂദന്മാരൊക്കെയും കേൾക്കണേ, എല്ലാവരും കേൾക്കണേ. കേട്ടാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടത്തുള്ളൂ. പരീശന്മാരും 1:30 ഐസ്ക്രീം വരത്തുള്ളൂ, അതുകൊണ്ട് അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. പരീശന്മാരും ശാസ്ത്രിമാരും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച കൈ നന്നായി കഴുകിയിട്ടല്ലാതെ, എൻ്റെ ഇതല്ല
ഭക്ഷണം കഴിക്കയില്ല. അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിച്ചോ. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. കരമകീർത്തി ഹല്ലേലൂയ. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കണം. ഈ 3-ാം വാക്യത്തിൽ പറഞ്ഞ എന്തുവാണ്? പരീക്ഷന്മാരും യഹൂദന്മാരൊക്കെയും പൂർവ്വന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാർ പറഞ്ഞതാണ് കൈ കഴുകിയിട്ട് മക്കളെ ഭക്ഷണം കഴിക്കാവൂ. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അശുദ്ധമാകും. ഇത് പൂർവ്വന്മാരുടെ സമ്പ്രദായം. നിങ്ങളൊക്കെ എങ്ങനെയാണ് കൈ കഴുകിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? ചോദിക്കട്ടെ. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. ഇല്ലെങ്കിൽ പലരുടെയും ചിന്ത അശുദ്ധമായി പോകുന്നതാണ്. ഞാനും നിങ്ങളോടൊന്നും കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാവൂ, ഇല്ലെങ്കിൽ വല്ല കൊറോണയും പിടിക്കും. അല്ലാതെ അശുദ്ധമാകാനുള്ള കാര്യമല്ല. വല്ല അസുഖവും പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൈ കഴുകിയിട്ട് മക്കളെ ഹല്ലേലൂയ കൈ കഴുകിയിട്ട് എന്ത് ചെയ്യാവൂ? ഓ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. എൻ്റെ പൊന്നു. പക്ഷേ കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ കൈ കഴുകുന്ന സ്പൂണ് പോരെ എന്നാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇത് ഒരു പാർട്ടിക്കാരുടെ ഭയങ്കര സംശയമാണ്. നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ തിന്ന് ശരീരം അശുദ്ധമാക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇവർ നോക്കിയിട്ട് പറയും ഇവരിങ്ങനെ യാത്രയാണ്, കൈ കഴുകാൻ സമയമില്ല. എല്ലായിടത്തും പോകുമ്പോൾ ചിലപ്പോൾ വെള്ളം കിട്ടി തരില്ല. വഴി കാണുന്ന കതിരൊക്കെ പറിച്ച് എന്ത് ചെയ്യും? വായ്ക്കകത്തം കിട്ട് തിന്നും. അതുകൊണ്ടാണ് ഇവർ പരീക്ഷന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് നീയും നിൻ്റെ കൂട്ടാളികളും എങ്ങനെയാണ് കൈ കഴുകുന്ന ഞങ്ങളുടെ സമ്പ്രദായം ലംഘിച്ചിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച മനുഷ്യൻ അശുദ്ധനായിക്കൊണ്ടിരിക്കുക. ആമേൻ. എപ്പോഴെന്നാ പറഞ്ഞെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. അങ്ങനെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ, കണ്ടോ, ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. കണ്ടോ, ഈ യേശുവിനോട് ചോദിക്കുവാണ്. നിന്റെ കൂടെ നടക്കുന്ന ഒരു പാർട്ടിക്കാരും കൈ കഴുകുന്നില്ല, ഭക്ഷണം കഴിക്കുവാണ്. ആമേൻ. അപ്പം അതൊരു കുറ്റമാണ്. ഒരു പാർട്ടിക്കാർക്ക് ഇതൊരു കുറ്റമാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, അതൊരു ഭൗതിക കാര്യമാണ്. കർത്താവ് പറഞ്ഞു കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ യോർദാനിലേക്ക് പോകാൻ പോവാണ്. ആമേൻ. കൈ കഴുകാതെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണോ മനുഷ്യൻ അശുദ്ധനാകുന്നത് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും തിരിച്ചു മറുപടി കൊടുക്കുവാണ്. എന്താ കൊടുത്ത മറുപടി എന്നറിയണ്ടേ? 7-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ. ആമേൻ. പിന്നെയും വരാം നമുക്കതിൻ്റെ. ആമേൻ. 14-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. അരികെ വിളിച്ച എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളുവിൻ. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നതൊക്കെയും ചെല്ലുന്നതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു പറയും കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് ഒരുത്തൻ അശുദ്ധനാകത്തില്ല. പിന്നെ എന്താകും? ചിലപ്പോൾ രോഗിയാകും. അതുകൊണ്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പറയുമ്പോൾ അത് ആത്മീയ തലത്തിലല്ല, അത് ഭൗതിക തലമാണ്. എന്നാൽ കർത്താവ് അവരോട് വിളിച്ചു പറഞ്ഞ പരീക്ഷന്മാരെ, നിങ്ങൾ പുറമേ കാണിക്കുന്ന കൈ കഴുകലിലൂടെ നിങ്ങളെ ശുദ്ധരാക്കുമ്പോൾ യേശു പറയുന്നു പുറമേയുള്ളതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, പിന്നെയോ മനുഷ്യന്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. കേൾക്കണ്ടേ? അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. ചത്ത കോഴിയെ തിന്ന മനുഷ്യൻ അശുദ്ധനാകില്ലേ? എന്തോ പ്രമാണം അനുസരിച്ച് പലതും പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ കാര്യത്തിലേക്ക് വാ. പുതിയ നിയമത്തിൽ യേശു എന്താ പറയുന്നേ? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറയുമ്പോൾ എന്നാ ശുദ്ധീകരിക്കേണ്ടതെന്ന് ഞാൻ ഈ പറയുന്നേ. അപ്പോൾ 7-ാമത്തെ അധ്യായത്തിനകത്ത് തൊട്ടടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുവരാം. കർത്താവ് പറയുന്നു, മനുഷ്യൻ കഴിക്കുന്നത് കൊണ്ടല്ല അശുദ്ധനാകുന്നത്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നു. എൻ്റെ താഴോട്ട് വായിച്ചേ, എൻ്റെ 20-ാമത്തെ വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. അപ്പൊ ബൈബിൾ പറയുന്നു, പുറത്തു നിന്ന് അകത്തോട്ട് കയറുന്നതല്ല അശുദ്ധനാക്കുന്നത്, അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നതാ. അല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? പുറത്തു നിന്ന് അങ്ങോട്ട് കയറുന്ന സാധനം അല്ല മനുഷ്യനെ. ഞാൻ ഇത് പറയുമ്പോൾ ചിലർ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കും. കർത്താവിന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ കുടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ചിലർ എന്നാ പിന്നെ കള്ളം കുടിക്കുമല്ലോ വാസ്തവേ. അരുത്, അതാ പറഞ്ഞ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ ലേഖന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷീണം വരുമ്പോൾ ഇത്തിരി വീഞ്ഞ് കുടിക്കുന്നത് നല്ലതാണെന്ന്. അതും തെറ്റായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ വീഞ്ഞെന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന ബിവറേജസിലെ വീഞ്ഞല്ല. കരങ്ങൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ കർത്താവ് പറയുക, ഈ പുറത്തുനിന്ന് അകത്തോട്ട് ചെല്ലുന്ന ഭക്ഷണമല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ചിലതുണ്ട്. കേൾക്കാൻ താല്പര്യമുണ്ട്? ഹൃദയത്തിൽ എന്താ പുറത്തു വരുന്നതെന്ന്? മനഃപൂർവ്വമായിട്ട് 2 പേര് കൈ പൊക്കിയ സ്വത്രം. ആമേൻ. തൊട്ടടുത്ത വാക്യത്തിലൊന്ന് വായിച്ചു, എന്താ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നേ? ഒന്ന് കേൾക്ക. ദുഷ്ചിന്ത. അല്ലേ? ഒന്ന് നിർത്തി വായിച്ചാൽ നന്നായിരിക്കും. കാരണം ഓരോന്നോരോന്ന് കേൾപ്പിച്ചു പോയാൽ വളരെ അനുഗ്രഹം. നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്തിനാണ്? നാളെ അത്ഭുതം നടക്കണം. നാളെ അത്ഭുതം നടക്കണം. അതിന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഇന്ന് ശുദ്ധീകരിക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് എന്ത് വരും? ദുർചിന്ത, ദുഷ്ചിന്ത. ദുഷ്ചിന്ത ഇല്ലാത്തവരൊക്കെ ഒരു സ്വത്രം പറഞ്ഞേ. 1:45. ഹല്ലേലൂയ. ആമേൻ. സത്യസന്ധമായ വിശ്വാസികൾക്കായി സ്വത്രം. ഹല്ലേലൂയ. ദുഷ്ചിന്ത. ആമേൻ. ഇതകത്തുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരാകും. ഇത് അപ്പന് കാണാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, മക്കളെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്തുള്ള ചിന്ത പറ്റുമോ? നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിന്റെ അകത്തുള്ള സാധനമാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്നാ പറഞ്ഞു? ദുഷ്ചിന്ത. അല്ലേ? അടുത്തെന്നാ പറഞ്ഞു? രണ്ടാമത് എന്നാ പറഞ്ഞു? വ്യഭിചാരം. വ്യഭിചാരം ചെയ്യാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ പൊക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ഞാൻ കൈ പൊക്കിക്കുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല വ്യഭിചാരം. പിന്നെ എന്താ വ്യഭിചാരം? യേശുക്രിസ്തുവിനെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇതാണ്, വ്യഭിചാരം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ ഇല്ലീഗലായിട്ട് തൊടുന്നതോ അല്ലെങ്കിൽ അവരുടെ രീതികളിൽ ഏർപ്പെടുന്നതോ അല്ല വ്യഭിചാരം. അത് വ്യഭിചാരമാണ് പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിലെ വ്യഭിചാരം, ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അന്യൊരു വ്യക്തിയെ മോഹത്തോടെ നോക്കുന്നു എങ്കിൽ അവൻ ഹൃദയം കൊണ്ട് അവനോടോ അവളോടോ വ്യഭിചാരം ചെയ്തു പോയി. സ്വർഗം പറയുന്നു, അവൻ്റെ ഹൃദയത്തിൽ അവൻ വ്യഭിചാരം ചെയ്തു. കരം കൊണ്ട് തൊട്ടില്ലെങ്കിലും ശരീരം കൊണ്ട് സ്പർശിച്ചില്ലെങ്കിലും ഹൃദയത്തിനകത്ത് അങ്ങനൊരു ചിന്ത വരുമ്പോൾ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ഹല്ലേലൂയ പറഞ്ഞു. ഇച്ചിരി കടുകട്ടിയാണ് ഹല്ലേലൂയ പറയാനുള്ള കാര്യങ്ങൾ. എങ്കിലും ഞാൻ പറയാം, ശുദ്ധീകരണം വേണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു കയറി ഇങ്ങോട്ട് പോകുന്നത്. ആമേൻ. ഇവിടം കൊണ്ട് തീർന്നിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇത്തിരി സന്തോഷം ഉണ്ടാകണം. ഹല്ലേലൂയ. അല്ലേ? അപ്പം ബൈബിൾ പറയുന്നു, വ്യഭിചാരം ഉണ്ടെങ്കിൽ ശുദ്ധീകരണമില്ല, നീ അശുദ്ധനാകും. അടുത്തെന്നാ പറഞ്ഞേ? പരസംഗം. എല്ലാം വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്, നാളെ ഇനി വീട്ടിൽ ചെന്ന് ചോദിക്കും, പപ്പ ഇതെന്നാന്ന്. അതുണ്ടാകാതിരിക്കാൻ അവർക്ക് അറിവ് വരുമ്പോൾ അവർ മനസ്സിലാക്കിക്കോട്ടെ. പരസംഗം. അടുത്തന്നാ? കൊലപാതകം ചെയ്യാത്തവരൊക്കെ കര ഉയർത്തിയൊരു സ്വത്രം പറഞ്ഞേ. വെളിപ്പാട് കൂടിപ്പോയതുകൊണ്ടാണോ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പെടുത്തുമെന്ന് പേടിച്ചിട്ടാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അവൻ ഒരു മനുഷ്യനെ കൊല്ലുന്നതാണ് കൊലപാതകം, അല്ലേ? അതല്ലേ? ഇവിടെ ഇരിക്കുന്ന ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാണ്, വെട്ടിക്കൊന്നിട്ടില്ല, കുത്തിക്കൊന്നിട്ടില്ല. വാക്കുകൊണ്ട് കൊന്നിട്ടുണ്ടോ?
ലേഖനത്തിൽ പറയുന്ന വാക്കെന്താണെന്നറിയാമോ? സഹോദരനെ പകയ്ക്കുന്നവൻ മൂടാന്ന് പറഞ്ഞ് തള്ളുന്നവനെല്ലാം കൊലപാതകനാണ്. ഇനി കൊലപാതകം ചെയ്ത ആരുണ്ട്? ഞാനും കാണില്ല. അവനെ വെറുത്തെങ്കിൽ, അവനെ പകച്ചെങ്കിൽ, അവനെ മൂടാന്ന് പറഞ്ഞ് തള്ളിയെങ്കിൽ തമ്പുരാൻ പറയുന്നു അവൻ കൊലപാതകനാണ്. ആമേൻ. അപ്പൊ ഇന്ന് ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വല്ലപ്പോഴൊക്കെ ശുദ്ധീകരിക്കണ്ടേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. 40 വർഷം മുമ്പാണ് ഇവരെ ഇറക്കിയത്. അന്ന് ശുദ്ധീകരിച്ചൊക്കെ ദൈവം ഇറക്കിയതാണ്. 40 കൊല്ലം കഴിഞ്ഞ് ഈ യോർദാൻ കിടന്ന് കനാലി കാല് വയ്ക്കാൻ പോകുമ്പോൾ തമ്പുരാൻ പറയുക ഒരു ശുദ്ധീകരണം കൂടെ വേണം. അപ്പോൾ പിന്നെ എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റും? നിങ്ങൾ പറ. സ്നാനപ്പെട്ടവരാണ്, ചെങ്കടൽ കടന്ന് കയറിയവരാണ്, 40 വർഷം മന്ന തിന്നവരാണ്, ദൈവം അവരെ നടത്തിയവരാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാം, തീ പോലെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും ദൈവം പറയുക ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എന്ത് വേണം? പരിഷ്കരിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകത്തിൽ നിൽക്കുന്ന, കൃപയിൽ നിൽക്കുന്നവരുടെ കഥ പറയുക ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥ വരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ശുദ്ധീകരണത്തിലൂടെ കയറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അപ്പോൾ ബൈബിൾ പറയുന്ന കൊലപാതകം അല്ലേ, ഇത് നമ്മളെ അശുദ്ധിയിലേക്ക് നടത്തും. അടുത്ത കാര്യം എന്നാ? മോഷണം. മോട്ടിക്കാത്തവർ മാത്രം കൈ ഉയർത്തരും. ഹല്ലേലൂയ പറ. സൂക്ഷിച്ചൊക്കെ വേണം പൊക്കാൻ. അടുത്ത കുരുക്ക് ഞാൻ ഇപ്പോൾ ഇടും. ഇനി അങ്ങോട്ട് കൈ പൊങ്ങില്ല, എനിക്കറിയാം. മോഷണം. എന്നാ മോഷണം? ചാക്കോച്ചൻ്റെ വക നമ്മൾ എടുത്താൽ എൻ്റെ പേരെന്താ? അയ്യോ, ഹല്ലേലൂയ. അപ്പുറത്തോൻ്റെ വക നമ്മുടെ കൈ നമ്മൾ എടുത്താൽ എൻ്റെ പേരെന്നാ? അത് തന്നെ സാധനം. എത്രയോ എടുത്തിരിക്കുന്നു. ഇനി അത് പോട്ട്, നമ്മളതൊന്നും എടുത്തില്ല. അത് ഇവിടുത്തെ കാര്യം. ഇനി അവിടെ അല്ല മോട്ടിച്ചിട്ടുണ്ടോ? കണക്ക് ഇറക്കി ഇവിടെ കൊണ്ടുവരുന്നത് പലർക്കും പിടിയില്ല. മലാഹിയുടെ കണക്ട് ചെയ്താൽ അറിയാം മോഷണം ഇല്ലയൊന്ന്. മലാഹിയെ കണക്ട് ചെയ്യട്ടോ, കണക്ട് ചെയ്യട്ടെ മക്കളെ. ആര് പറഞ്ഞു വേണ്ടെന്ന്? വേണ്ടേ? മലാഹി വേണ്ടേ? വേണം. പിള്ളേർ പറ വേണമെന്ന്. അവരുടെ കയ്യിലൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മലാഹിയിൽ എന്നാ പറയുന്നത്? ദൈവം നിങ്ങൾക്ക് തരുന്നതിൻ്റെ 10ൽ 1 എവിടെ? ദശാംശമായി ഭണ്ഡാരത്തിൽ. ഇത് കൊടുത്തില്ലെങ്കിൽ ആരുടെ സംഭവം മോട്ടിച്ചു? നമ്മൾ മോട്ടിക്കാത്തവർ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. അനുഗ്രഹിക്കട്ടെ. മോഷണം ഇത് നിങ്ങളെ അശുദ്ധമാക്കും. വന്നതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി നാളൊരു സമയത്ത് പറയാനും പറ്റുകയില്ല. അതുകൊണ്ട് ഇത് വരുമ്പോഴല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ മോട്ടിക്കരുത്. അത് ലോകത്തിലുള്ളതും ആകരുത്, അവിടുള്ളതും മോട്ടിക്കരുത്. ആമേൻ. അടുത്തെന്താ പറഞ്ഞേ? പെട്ടെന്ന് വരാം. അത്യാഗ്രഹം ഇല്ലാത്തവർ മാത്രം ഒരു സ്വത്രം പറഞ്ഞു നോക്ക്. 1, 2, 3, 3/4. ഞാനൊരു കാര്യം പറയാം, അതും ഒരു അശുദ്ധിയാണ് കേട്ടോ. മനുഷ്യൻ്റെ അത്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ആഗ്രഹം നല്ലതാണ്, അത്യാഗ്രഹം വേണ്ട. ആമേൻ. എന്ത് വേണം? ആഗ്രഹം വേണം. പക്ഷെ എന്ത് ചെയ്യരുത്? അത്യാഗ്രഹം വേണം. അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് സമാധാനം കാണത്തില്ല, വീട്ടിനകത്ത് സന്തോഷം കാണത്തില്ല. ആരെ കൊന്നിട്ടും എനിക്കത് നേടണമെന്നായിരിക്കും ചിന്ത. ആമേൻ. വീട്ടിനകത്ത് അരിയുണ്ടോ അരിയില്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ല. കണ്ട സാധനം എനിക്ക് മേടിച്ചേ പറ്റൂ. ഒരു ഹല്ലേലൂയ പറ നിങ്ങൾ. അത്യാഗ്രഹം. ആമേൻ. ഇത് ഞാൻ കൊണ്ടുവന്ന സാധനമൊന്നുമല്ല, സിസ്റ്റർ വായിക്കുന്ന സാധനം, ബൈബിളുള്ള തന്നെ. ഇടയ്ക്കിടെ ഇല്ലേ വിചാരിക്കും ഞാൻ ഈ ആൾക്കാർക്ക് വേണ്ടി എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അത്യാഗ്രഹം. അടുത്തെന്നാ സിസ്റ്റർ കിടക്കുന്നത്? ദുഷ്ടത. ഈ ദുഷ്ടത എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ദീനം ചെയ്യുന്ന ആൾക്കാരെയാ ഈ ദുഷ്ടത പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ചില പ്രവർത്തികൾ കണ്ടിട്ട് തമാശയ്ക്കാണെന്ന് അറിയത്തില്ല, ചിലരെ വിളിക്കുന്ന വിളിയുണ്ട് കേട്ടോ. അതെ അല്ലേ? ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നേ? ഒരു വിളി അങ്ങോട്ട് വിളിക്കുന്നേ. ദുഷ്ടത. പോട്ടെ, അടുത്തന്നെ ചതി. ചതിക്കപ്പെടാത്തവരുണ്ടോ? ചതിക്കപ്പെടാത്തവരാണോ ചതി ഇല്ലാത്തവരാണോ? എത്ര പേര് ചതിക്കപ്പെട്ടിരിക്കുന്നു. പലരും പലരെ ചതിക്കുന്നു. കർത്താവ് പറഞ്ഞു ചതി നിന്റെ അകത്ത് വേണ്ട. നമുക്കറിയാം അതുവഴി പോയ കുഴിയുണ്ട്.
നമ്മൾ പിന്നെ അവനോട് പറയും അതുകൂടി എന്നെ പോടാ, നീ വീഴുന്നെങ്കിൽ അങ്ങ് വീഴട്ടെന്നേ നമ്മുടെ മനസ്സിൽ പറയും. ചാത്തി കരമുയർത്തിയൊരു ഹല്ലേലൂയ. എല്ലാ പവറും പെയ്യല്ലോ. ആമേൻ. 2-3 മിനിറ്റോട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുക, എങ്കിൽ ഈ വാക്യം തീരുള്ളൂ. ആമേൻ. ചാതി. അടുത്തന്നെ പറഞ്ഞ് സിസ്റ്റർ പെട്ടെന്ന് നടന്നു വായിക്കും, ഇവരെന്ന് എൻ്റെ മുഖം തരുന്നില്ലേ. ദുഷ്കർമ്മം. ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചില കർമ്മ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിച്ചോ, ഇല്ലാത്തവരെങ്കിൽ വിട്ടേരെ. ദുഷ്കർമ്മം. അടുത്ത അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ എൻ്റെ അത്? ഒന്നുകൂടെ പറഞ്ഞേ. അയ്യോ, ഇത് ബൈബിളിലുള്ള സാധനമാണ്. എന്നതാണ്? അതും പ്രശ്നം ഉണ്ടാക്കുമോ? എന്തോ ഉണ്ടാക്കുമെന്നാണ് സിസ്റ്റർ ഇപ്പോൾ വായിച്ചു പറഞ്ഞേ. ശ്രദ്ധിക്കണേ. എന്നാ? കണ്ണ് ശരിയാക്കണം ആദ്യം. നിങ്ങൾ ആരും കാണുന്നില്ല, കണ്ണട ചന്യഭാഷ പറഞ്ഞിട്ടിരിക്കുക. ഹല്ലേലൂയ. വിടക്ക് കണ്ണ്. ചിലരുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്വത്രം വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയാം. അടുത്ത അങ്ങോട്ട് പോകണം, ഒരിക്കൽ തെങ്ങി നോക്കിയിട്ട് അടുത്ത ആഴ്ച പറയാൻ പ്രശ്നം. അടുത്ത ആഴ്ച ഒന്ന് ചെക്ക് ചെയ്ത് പറയാം. ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട, ആ മാവില് മാങ്ങ അവിടെ നിൽക്കട്ടെ. ആമേൻ. ചില കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നം. നോക്കിയാൽ മതി, പിന്നെ എഴിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ടൊരു ഭാഷയോട് ഒരു കഥ പറഞ്ഞു. പണ്ടത്തെ ഒരു അമ്മച്ചി, ഇങ്ങനെ കുനിയൊക്കെ പോകുന്ന ഒരു അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ റോഡിൽ പോകുന്ന സ്ഥലത്തേക്ക് ഒരു JCB ഇവരുടെ അടുത്ത് നിന്നിങ്ങനെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുക. അമ്മച്ചി കണ്ടിട്ടുള്ളത് അപ്പച്ചൻ പണ്ട് നമ്മാട്ടിട്ട് ചെറിയ കുട്ടൈക്കുരി തലയിൽ വെച്ച് കൊണ്ടുപോയി കണ്ടുനിന്ന്. ഒരു ദിവസം നിന്നാലും ഒരു കുഴി എടുക്കാൻ പറ്റത്തില്ല അല്ലേ? ചിന്തിച്ചു നോക്ക്. തൊഴിലുറപ്പുകാർ, നിങ്ങളൊരു ദിവസം കുഴി തീരുമോ? ഇല്ല. ആമേൻ. നിങ്ങൾ തൊഴിൽ ഉറപ്പിക്കുകയാണല്ലോ അവിടെ. ഭാഷ പറഞ്ഞാൽ വിട്ടേക്കുന്നത് നിങ്ങളുടെ തൊഴിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. JCBയുടെ കൈവച്ച് ഈ മണ്ണെടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ അമ്മച്ചി ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നപ്പോ, ഇതെന്തൊരു കയ്യാ, എൻ്റെ അപ്പോ, ഇതെന്തൊരു കൈ. ഒറ്റ വിളിയും വിളിച്ചിട്ട് അമ്മച്ചി തിരിഞ്ഞു കിടന്നു. കടാപിട്ട അടുത്ത ശബ്ദം. തിരിഞ്ഞു നോക്കി മനസ്സിലായി കൈ തേണ്ട താഴെ കിടക്കുന്നു. ഒരമ്മച്ചിയുടെ കണ്ണിൻ്റെ പവറുണ്ടോ? ഹല്ലേലൂയ. കണ്ണിന് പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിള് പറയുവാണ്. പിടക്ക് കണ്ട പ്രശ്നമാണ്. ചിലൻ്റെ നോട്ടം കണ്ടാൽ ഇരുത്തി അവിടെ വയ്ക്കും, പിന്നെ അവൻ ജമ്മത്തി എഴുന്നേക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രശ്നം ഉള്ളതുകൊണ്ടാണോ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടോ? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ വിടക്ക് കണ്ണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഞാനീ പറയുന്നത്. മനസ്സില്ലേ ശുദ്ധീകരിക്കാൻ? താല്പര്യമുണ്ടോ? അയ്യോ. ആമേൻ. സഹോദരന്മാരായാലും സഹോദരിമാരായാലും ശരിയല്ലേ, നമ്മുടെ കണ്ണ് വിടക്കാട്ട് വരരുത്. കണ്ണ് നന്നായിരിക്കണം. യൗവനക്കാരെ കണ്ണ് നന്നായിരിക്കണം. കുഞ്ഞുങ്ങളെ കണ്ണ് നന്നായിരിക്കണം. സഹോദരന്മാരെ കണ്ണ് നന്നായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ കണ്ണ് നന്നായിരിക്കട്ടെ. നല്ല കണ്ണാണല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ നന്നായിരിക്കട്ടെ. ആമേൻ. അപ്പൊ വിടക്ക് കണ്ണ്, ഈ വിടക്ക് കണ്ണ് നമ്മൾക്ക് അശുദ്ധി വരുത്തുന്ന കർത്താവ് പറഞ്ഞു. അപ്പൊ ഇനി മേലാൽ നോക്കുമ്പോൾ നേരെ നോക്കണം, ഇരുത്തി നോക്കരുത്, വളഞ്ഞ വഴിയിലൂടെ നോക്കരുത്. ഈ നോട്ടങ്ങൾക്കാണ് പ്രശ്നം. ഹല്ലേലൂയ. ഇനി കൂടുതലൊന്നും ഞാൻ പൊളിച്ചു പറയുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വാക്യം. ദൂഷണം. ഈ ദൂഷണം എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? നമ്മൾ ലേഖനത്തിൽ വായിക്കുമ്പോൾ വേറൊരു പദം കൂടെ ചേർത്ത് പറയും, പരദൂഷണം. ഇത് പരയില്ല, മൊത്തം നിന്നെക്കുറിച്ചാകട്ടെ മറ്റുള്ളവരെ കുറിച്ചാകട്ടെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ദൂഷണം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ലാതിരിക്കട്ടെ. നിന്നെക്കുറിച്ചാകട്ടെ മറ്റുള്ളവരെ കുറിച്ചാകട്ടെ ആവശ്യമില്ലാത്ത എന്ത് ചെയ്യരുത്? ഒന്നും പറയരുത്. ദൂഷണം. അടുത്തെന്നാ പറഞ്ഞേ? അഹങ്കാരം ഇല്ലാത്തൊരു സ്തോത്രം പറ.
എൻ്റെ വിശ്വാസികളെ കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട്. ഉള്ള ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുമല്ലോ. ഹല്ലേലൂയ. അഹങ്കാരം ഒന്നും കാണുകയില്ല, എങ്കിലും വിട്ടുകൊടുക്കൂല. ഒന്നും പറയാനുള്ള കരുത്തില്ല, എങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. കരങ്ങൾ എഴുത്തൊരു ഹല്ലേലൂയ പറ. ഞാൻ പറഞ്ഞ ചർച്ചിലെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ. ചർച്ചിലെ കാര്യങ്ങളല്ല, വീട്ടിലായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മക്കളോടോ പിള്ളേരോടോ ഇവിടെ ആയാലും കൂട്ടുകാരോടായാലും ഇത് വിട്ടൊരു കളിയില്ലാത്ത ചിലരുണ്ട്. ആമേൻ അല്ലേ? ചിലർ പറഞ്ഞില്ലേ, അവൻ വീഴുന്നതുണ്ടല്ലേ, എന്നിട്ടും തീരുന്നില്ല അഹങ്കാരം. അഹങ്കാരം ഇതും എവിടെ നിന്നാ വരുന്നേ? ഓ പെയ്യ, അതെല്ലാം പെയ്യ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്നു. ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അശുദ്ധമാക്കുന്നത്. ആമേൻ. അഹങ്കാരം ഇനിയല്ലോ ഉണ്ടോ അവിടെ? മൂഢത. അതിനാ മൂഢത. പൊട്ടൻ എന്ന് അഭിനയിച്ചിരിക്കും. വചനം എല്ലാം അറിയാം, എന്നിട്ട് നമ്മൾ എനിക്കൊന്നും അറിഞ്ഞൂടെ. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുക? പൊട്ടനെ പോലെ ഇരിക്കുക. ചില സമയങ്ങളിലൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മൂടനായിട്ടിരിക്കരുത്. അറിയുന്നത് ചെയ്യണം. അറിയുന്നത് പോലെ വരട്ടെ. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് അതുപോലെ ചെയ്യട്ടെ. ഹല്ലേലൂയ. മൂഢത തീർന്നു എന്നിവ പുറപ്പെടും. എവിടെ നിന്നാ പുറപ്പെടുന്നത് സിസ്റ്ററെ? ഇത് കൈ കൊണ്ട് ഭക്ഷണം കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്നതല്ല, നമ്മുടെ അകത്തൊന്ന് പുറത്തു വരുന്നത്. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. യോശുവയോട് ചോദ്യം, യോശുവേ എന്താ ദൈവം പറഞ്ഞേ? യോശുവ പറയും, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. മനസ്സുണ്ടോ ഇന്ന് ഈ പകൽക്കാലം? നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നാളെ അത്ഭുതം നടക്കും. അപ്പോൾ ഈ അശുദ്ധിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു നിങ്ങളെ തന്നെ നമ്മൾ അടുത്തവനെ ശുദ്ധീകരിക്കാൻ നിൽക്കരുത്. അടുത്തവനല്ല ശുദ്ധീകരിക്കേണ്ടത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. സമാധാനം തീർന്നു. കരങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ പറ, ഇനിയെങ്കിലും ഒന്ന് ചിരിക്കി. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. അതുകൊണ്ട് യോശുവയോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ഇന്ന് എന്ത് ചെയ്യണം? അത് സ്നാനപ്പെട്ടവർ ചെയ്യണം, അഭിഷേകമുള്ളവർ ചെയ്യണം, രക്ഷിക്കപ്പെട്ടവർ ചെയ്യണം. 10 കൊല്ലത്തിൻ്റെ ചരിത്രം പറയാനല്ല, എല്ലാവരോടുമായി യോശുവ പറയുന്നു, ഇന്ന് നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നാളെ നിങ്ങൾ വാഗ്ദത്തത്തിൽ കാലി വയ്ക്കാൻ പോവുക. പരിശുദ്ധ പറയുന്നു, എവിടേക്ക് കുറവുകൾ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. നീ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും ശരി, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എവിടേക്ക് കുറവുകൾ സംഭവിക്കുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ട് സ്വർഗം പറയുക, നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ശുദ്ധീകരിക്കട്ടെ. ആമേൻ. രണ്ടാമത്തെ കാര്യം യോശുവയോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് അക്കരെ കിടക്കണമെങ്കിൽ പെട്ടകം കയറി പിടിക്കണം. എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇവിടെ കേട്ടോ, ഒരു 5 മിനിറ്റ്സ്. അത് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 2 പോയിന്റേ ഉള്ളൂ, അതിൽ 1 പോയിന്റ് കഴിഞ്ഞിരിക്കുന്നു. വലിയ പോയിന്റ് കഴിഞ്ഞു, ഇനി ചെറിയ പോയിന്റേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ജോഷുവോട് പറഞ്ഞു, പെട്ടകം പിടിക്കണം. പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ, പെട്ടകം പിടിവിടാതെ അവർ തോളെ വച്ചിരുന്നാൽ, യോർദാൻ നിങ്ങളുടെ മുമ്പിൽ വഴിമാറാൻ പോവുകയാണ്. ആമേൻ. പെട്ടകത്തിനൊരു ശക്തിയുണ്ട്. ഞാനത് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. പെട്ടകത്തിന് എന്തുണ്ട്? ഒരു പവറുണ്ട്. ഈ പെട്ടകം തൊട്ട് നോക്കിയിട്ടുള്ളവർക്കറിയാം. നമ്മളാരും തൊട്ടിട്ടില്ല. പഴയ നിയമത്തിൽ പലരും തൊട്ട് നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ തൊട്ട ചിലർ പിന്നെ തൊട്ടിട്ടേ ഇല്ല. തൊട്ട് ശീലമുള്ള ചിലർ പിന്നെയും തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. ഈ വണ്ടി വെച്ച പെട്ടകത്തെ ഈ കട്ടർ കയറിയപ്പോൾ, കാളവണ്ടി കട്ടറിലൂടെ കയറിയപ്പോൾ ഈ പെട്ടകം ഒന്ന് ചെരിഞ്ഞു. പുള്ളി കയറി പെട്ടകത്തെ തൊട്ടു. ബൈബിൾ പറയുന്നു പുള്ളി ചെരിഞ്ഞു വീണു. ഷോക്ക് അടിച്ച് ചെരിഞ്ഞു വീണു. പിന്നെ നെഞ്ചത്തിരിച്ചിട്ടും പുള്ളിയുടെ ശ്വാസം വന്നില്ല. ആമേൻ. ഒരൊറ്റ തൊടലിൽ പുള്ളി തട്ടിപ്പോയി. എന്നാൽ അതേ പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ട് 3 മാസം വെച്ചു. കേവലം 90 ദിവസം. എന്നാ സംഭവിച്ചേ? പുള്ളി ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി.
അതിൻ്റെ അർത്ഥം പെട്ടകത്തിനൊരു ശക്തിയുണ്ട്. തൊടേണ്ടതുപോലെ തൊട്ടാൽ ചിലർ അനുഗ്രഹിക്കപ്പെടും, വേണ്ടാത്തതുപോലെ തൊട്ടാൽ അന്ന് തൊട്ടേനെ ഇനി തൊടേണ്ടി വരത്തുമില്ല. പെട്ടകത്തിനൊരു ശക്തിയുണ്ട്. നിന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, സ്വർഗം പറയുന്നു നീ വിശുദ്ധിയോടെ പെട്ടകത്തെ പിടിക്കാമെങ്കിൽ സ്വർഗം പറയുന്നു ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമായി മാറാൻ പോവുകയാ. ഓ, ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക ഒറ്റ കാര്യം. ആമേൻ. പെട്ടകത്തെ പിടിക്കുന്നതിന് മുൻപ് തമ്പുരാൻ പറഞ്ഞു ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ പെട്ടകത്തെ പിടിച്ചാൽ ആ പെട്ടകത്തിൽ നിന്ന് വരുന്ന സാധനം നിങ്ങൾക്ക് ദോഷമാകത്തില്ല. കർത്താവിൽ ശക്തിയുണ്ട്. ഈ ശക്തി പലരും കണ്ടിട്ട് തളർന്നു പോകുന്നവരുണ്ട്, പലരും ഉയർച്ചയിലേക്ക് വരുന്നവരുണ്ട്. തകരാനുള്ള കാരണം വിശുദ്ധിയില്ലാത്തത് കൊണ്ടാ, ഉയരാനുള്ള കാരണം അതിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നത് കൊണ്ടാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് പറയുന്നു നിന്റെ മേൽ പകരാൻ പോകുന്ന ശക്തി പെട്ടകത്തിന്റെ ശക്തിയാ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞില്ല, ഇന്നലെ കൺവെൻഷന് പോയ സമയത്ത് അഭിഷേകൻ തീർന്നു കഴിഞ്ഞപ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറയുക, പാസ്റ്ററെ ആ കൈ വെച്ച സമയത്തുണ്ടല്ലോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എൻ്റെ അവസ്ഥ മാറിപ്പോയി. അവൻ ഞാനങ്ങ് പിടിവിട്ടുപോയി, കറണ്ട് അടിക്കുന്ന പോലെ സംഭവിച്ചു. ആമേൻ. പെട്ടകത്തിൽ ശക്തി ഉള്ളോണ്ടാ, പെട്ടകത്തിൽ കരുത്തുള്ളോണ്ടാ.